ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ദിവസമാണ്. എന്നാൽ ഞാൻ വിചാരിച്ചു കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്ത് നിങ്ങളോട് കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന്. ഇന്ന് നമ്മൾ UK വീട് വാങ്ങിയിട്ട് 1 ഇയറായി. അതായത് നമ്മുടെ ഹൗസ് വാമിങ്ങിൻ്റെ ഫസ്റ്റ് ആനിവേഴ്സറി ആണ്. ഞാൻ രാവിലെ തന്നെ എണീച്ചു, നമ്മളൊരു പ്രഥമൻ ഉണ്ടാക്കി, വിളക്കെത്തിച്ചു, പ്രാർത്ഥിച്ചു. നമ്മൾ പൊതുവേ ആഘോഷിക്കുന്ന ടൈം ഈവനിങ് ടൈമാണ്. കാരണം മോർണിംഗ് ടൈമിൽ ഡ്യൂട്ടിയും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട്. അങ്ങനെ 2 സീബാസ് നമ്മൾ മോറിസണിന്ന് വാങ്ങി. അത് ക്ലീൻ ആക്കിയിട്ടാണ് തന്നത്. പക്ഷേ നമ്മൾ നല്ല വരയിലിട്ട് ക്ലീനാക്കി ഒന്നും കൂടി കഴുകി ക്ലീനാക്കിയതിന് ശേഷം അതിനാവശ്യമായ കറിപ്പൊടികൾ, നമ്മളെ നാടൻ കറിപ്പൊടികളെടുത്ത് അതിലേക്ക് അത്യാവശ്യം ഒരു വിനിഗറും പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിലിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി മീനിൻ്റെ മുകളിൽ തേച്ച് വെച്ച് അതിനൊരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് ഫിഷ് ഗ്രില്ല് ചെയ്ത് പൊള്ളിക്കാം എന്ന രീതിയിലാണ് വിചാരിക്കുന്നത്. നന്നായി മാരിനേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനെ ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റി അതിന് മുകളിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വെളിച്ചെണ്ണയാണ് കേട്ടോ. ഫിഷിൻ്റെ മാരിനേഷൻ നടക്കുമ്പോഴേക്കും നമുക്ക് ഉള്ളിയിലും കട്ട് ചെയ്ത് ആ പൊള്ളിക്കാനുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ 2 വലിയ ഉള്ളി എടുത്ത് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഫിഷിൻ്റെ ബാക്കി വന്ന മസാല ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ പൊള്ളിക്കാൻ വേണ്ടിയിട്ട് വേറെ ഒരു മസാലയും ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ വെച്ച് കടുക് പൊട്ടിയതിന് ശേഷം നന്നായി ഉള്ളി വാട്ടിയെടുക്കുക. അതിലേക്ക് ഞാൻ കുറച്ച് തക്കാളി ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല. അങ്ങനെ പൊള്ളിക്കാനുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഫിഷ് അങ്ങനെ ഞാൻ ഗ്രില്ല് ചെയ്യാൻ വെച്ചു. എന്നിട്ട് ഒരു സൈഡ് ആയതിനു ശേഷം ഞാൻ മറു സൈഡ് മറിച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ തൂക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും കുറച്ച് സമയത്തേക്ക് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് ഓവനിൽ തന്നെ. 2 സൈഡും നന്നായി മുരിഞ്ഞ് ഗ്രില്ല് ചെയ്തതിന് ശേഷം ഞാൻ അതിൻ്റെ മുകളിൽ നമ്മളെ മസാല ഇട്ട് കൊടുത്ത് പൊള്ളിക്കുന്ന രീതിയിൽ ഒന്നും കൂടി നമ്മുടെ ഓവനിൽ വെച്ച് ഗ്രില്ല് ചെയ്തെടുക്കുന്നുണ്ട്. ഫിഷ് പൊള്ളിച്ചതിൻ്റെ കൂടെ കഴിക്കാൻ ഞാനിവിടെ പുട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ ഹൗസ് വാമിങ്ങിൻ്റെ ഫസ്റ്റ് ആനിവേഴ്സറി ആഘോഷിക്കാൻ നമ്മളൊരു ഷാമ്പ്യൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ഓപ്പൺ ആക്കുമ്പോൾ അറിയാണ്ട് എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ അങ്ങ് പാളിപ്പോയായിരുന്നു. അതുകൊണ്ട് അത് കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല. നമ്മൾ അത്യാവശ്യം ഷാമ്പയിനും പൊട്ടിച്ചു, അതും കഴിച്ചു. രാത്രി നമ്മൾ ഫിഷ് പൊള്ളിച്ചതും പുട്ടും. കുട്ടികൾക്ക് വളരെ ഇഷ്ടമായിട്ടുണ്ട് ഫിഷ് പൊള്ളിച്ചത്. നിങ്ങളും വീട്ടിൽ ഫിഷ് പൊള്ളിച്ചത് തയ്യാറാക്കി നോക്കുക. വളരെ സിമ്പിളാണ്. ഇവിടെ ഉള്ളവർക്ക് വാഴയില കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. നമുക്കന്നേരം ഇതേപോലെ ആക്കി കഴിക്കാവുന്നതാണ്. Okay, thank you for watching.